നമസ്കാരം. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളം വിനോദസഞ്ചാര രംഗത്ത് അറിയപ്പെടുന്നത്. സമശീതോഷ്ണ കാലാവസ്ഥ, ശാന്തമായ ബീച്ചുകൾ, സുന്ദരമായ കായലുകൾ, പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, വിചിത്രമായ വന്യജീവികൾ എന്നിവയാണ് ഈ ഭൂമികയുടെ പ്രധാന ആകർഷണങ്ങൾ. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു പ്രധാന കേന്ദ്രത്തിലെത്താൻ 2-3 മണിക്കൂർ യാത്ര ചെയ്താൽ മതി എന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ക്ലാസിക്കൽ കലാരൂപങ്ങൾ, നിറപ്പകിട്ടാർന്ന ഉത്സവങ്ങൾ, വിചിത്രമായ ഭക്ഷണം എന്നിവയാണ് കേരളത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആയുർവേദം, പഞ്ചകർമ്മ, ആയുർവേദത്തിലെ പുനരുജ്ജീവിനി ചികിത്സ, പുരാതന ഇന്ത്യൻ വൈദ്യശാസ്ത്രം എന്നിവയും കേരളത്തെ ഒരു ലോകപ്രശസ്ത സന്ദർശന കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. സുസ്ഥിര വിനോദസഞ്ചാര മേഖലയിൽ നടത്തുന്ന നൂതനമായ പദ്ധതികൾക്കുള്ള അംഗീകാരം TOF ടൈഗേഴ്സിന്റെ സാങ്ച്വറി ഏഷ്യ അവാർഡിലൂടെ കേരളം ടൂറിസം നേടിയിരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ആവാസ വ്യവസ്ഥയുടെ പരിരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം, ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ എന്നീ ഘടകങ്ങളാണ് കേരളത്തെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. ഡൽഹിയിലെ ബിക്കാനിയർ ഹൗസിൽ നടന്ന ചടങ്ങിൽ കേരള വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവാർഡ് ഏറ്റുവാങ്ങി. കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ടൂറിസം രീതികൾ വികസിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും കേരളം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളം അന്താരാഷ്ട്ര തലത്തിൽ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളുടെ മാതൃകാ ഹബ്ബായി മാറ്റുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പരിശ്രമം തുടരുകയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡാനന്തരം കാലഘട്ടത്തിൽ സുസ്ഥിര ജനകീയ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് കേരളം നൽകുന്ന പ്രാധാന്യം കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കി. കഴിഞ്ഞ 3.5 വർഷക്കാലത്തിനിടയിൽ സുസ്ഥിര വിനോദസഞ്ചാര മേഖലയിൽ പുത്തൻ പദ്ധതികൾക്ക് ലണ്ടൻ ട്രാവൽ മാർട്ടിൽ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്.